10x ഗ്രോത്ത്, ഹൈ പെർഫോമർ ആകുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ ആരും മാറിപ്പോയിട്ടില്ല എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ 3 കാര്യങ്ങളാണ് ചിന്തിച്ചത്: സീക്ക് ക്ലാരിറ്റി, ക്രിയേറ്റ് എനർജി, റേസ് നെസസിറ്റി. ഇന്ന് 4ാമത്തെ കാര്യം സംസാരിക്കാൻ പോവുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ HP8 ഹൈ പെർഫോമൻസ് ഹാബിറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത്. അതാണ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടുവാൻ സാധിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാം ചെയ്യുന്ന ജോലിയുടെ അല്ലെങ്കിൽ വർക്കിൻ്റെ ക്വാളിറ്റി, ഔട്ട്പുട്ട് എത്രമാത്രം മികച്ചതാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഭാഗത്ത് ചിന്തിക്കേണ്ട ആവശ്യം. പലപ്പോഴും നാം എല്ലാവരും ബിസിയാണ്. എനിക്ക് സമയമില്ല എന്നാണ് പറയുന്നത്. ജോലിക്ക് പോയി കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ എൻഗേജ്ഡ് ആണ്. ഒരു കാര്യം പോലും വേറെ ചെയ്യാൻ സമയമില്ല. ചിലർ ഓഫീസിൽ തന്നെയാണ് കിടന്ന് ഉറങ്ങുന്നത്. ചിലർ ഒത്തിരി നൈറ്റായിട്ടൊക്കെയാണ് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നത്. എപ്പോഴും ബിസിയാണ്. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ മാറ്റമൊന്നും ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ഒരു പ്രോഗ്രസ്സും ഉണ്ടാകുന്നില്ല. കുറേയൊക്കെ ഒരു ബേൺ ഔട്ടോ അല്ലെങ്കിൽ മടുപ്പുമാണ് ഉണ്ടാകുന്നത്. അത് ഹൈ പെർഫോമർ ആയിട്ടുള്ള ആളുടെ ഒരു ലക്ഷണമായിട്ട് അല്ല കാണുന്നത്. ഹൈ പെർഫോമേഴ്സ് അവർ ബിസി ആയിരിക്കും, പക്ഷേ ഹൈലി പ്രൊഡക്റ്റീവുമായിരിക്കും എന്നുള്ള കാര്യം നാം അറിയേണ്ടത് ആവശ്യമാണ്. അത് എങ്ങനെയാണെന്നുള്ളതാണ് നാം ഈ വീഡിയോയിൽ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നാം ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് പാരറ്റോ പ്രിൻസിപ്പിൾ, 80-20 പ്രിൻസിപ്പിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 80% സമയവും സാധാരണ ആളുകൾ ചെയ്യുന്നത് അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത കാര്യങ്ങളിലാണ്. വെറും 20% കാര്യങ്ങളിൽ മാത്രമേ 20% സമയം മാത്രമേ നമ്മിൽ പലരും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ യഥാർത്ഥ പ്രൊഡക്ടിവിറ്റിയിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഔട്ട്പുട്ടിനെ, പ്രൊഡക്ടിവിറ്റിയെ ഏറ്റവും കൂട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കുമ്പോഴാണ് ഈ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നത്. 3 വാക്കുകൾ ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. 1 ഗോൾ, 2 ഫോക്കസ്, 3 എനർജി. ഇവിടെ ചിന്തിക്കുക, നിങ്ങളുടെ ഗോൾ എന്താണ്? ഇപ്പോൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു, പെർഫോമൻസ് എന്ന് പറഞ്ഞു, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോൾ നിങ്ങൾക്കുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്ടിവിറ്റി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്, അതിനു വേണ്ടി ഫോക്കസ് ചെയ്യാൻ സാധിക്കണം. ഒരു 80% ഫോക്കസ് ചെയ്യുക എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ 60-40% റൂൾ എന്നും പറയാറുണ്ട്. 60% സമയമെങ്കിലും നമുക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ഗോളിന് വേണ്ടി വർക്ക് ചെയ്യാൻ സാധിക്കണം. ഇനി 3ാമത്തെ കാര്യമാണ് എനർജി. പലപ്പോഴും ആളുകൾ പറയുമോ, ഞാൻ ക്ഷീണിച്ചു, എനിക്ക് ജോലി ചെയ്ത് തളർന്നു, എനിക്ക് സമയമില്ല എന്നെല്ലാം പറയും. പക്ഷേ ഹൈ പെർഫോമർ ആയിട്ട് ആളുകൾ, അവർക്ക് എപ്പോഴും എനർജി ആയിരിക്കും. അവർക്ക് ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യാനായിട്ട് അവർക്ക് അതിശക്തമായ എനർജി ആയിരിക്കും. അതുകൊണ്ട് അവർ അതിലൊന്നും ആ കാര്യം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അതാണ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഫോക്കസ്ഡ് ഗോൾ ഉണ്ട് കൃത്യമായിട്ട്, അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഹൈ എനർജിയിലാണ് അവർ ജോലി ചെയ്യുന്നത്. അവിടെയാണ് ഈ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞ ആശയത്തെക്കുറിച്ച് ധാരാളം നമ്മൾ കേൾക്കുന്നുണ്ട്. ജോലിയും നമ്മുടെ കുടുംബജീവിതം, അതല്ലെങ്കിൽ ഫാമിലി ലൈഫ്, അല്ലെങ്കിൽ കൂട്ടുകാരുമൊത്തുള്ള സോഷ്യൽ ലൈഫും എല്ലാം ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതെയോ ജോലിക്ക് മാത്രം വേണ്ടിയാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഹൈ പ്രൊഡക്ടിവിറ്റി ആളുകൾ വർക്ക് ലൈഫ് ബാലൻസും അവർക്ക് വളരെ ഹൈ ആണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ബാലൻസ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരുവാൻ സാധിക്കണം. നാം ഹൈ പെർഫോമേഴ്സിനെ ഡിഫൈൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞത്, ഹൈ പെർഫോമർ ആയിട്ടുള്ള ആളുകൾ ലൈഫിൽ ബാലൻസ് ഉള്ളവരും ഹാപ്പിനെസ് ഉള്ളവരും സാറ്റിസ്ഫാക്ഷൻ ഉള്ളവരുമാണ്. അല്ലാതെ ഇഷ്ടമില്ലാത്ത ജോലിയല്ല ചെയ്യുന്നത്. അവരുടെ ജീവിതം ഒന്നും സന്തോഷമില്ലാത്തതല്ല. അവരുടെ കുടുംബം ഒന്നും പ്രശ്നങ്ങൾ നിറഞ്ഞതായിട്ട് നിൽക്കുന്നതല്ല. വളരെ സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുന്നവരാണ് യഥാർത്ഥമുള്ള ഹൈ പെർഫോമർ ആയിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു ഭാഗത്ത് കുറേ അധികം കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇനിയുള്ള വീഡിയോകളിൽ ഈ പ്രൊഡക്ടിവിറ്റി എങ്ങനെ എൻഹാൻസ് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ സംസാരിക്കുന്നതാണ്. തീർച്ചയായും ജീവിതത്തിൽ 10 ഇരട്ടി മാറ്റമുണ്ടാകട്ടെ ത്രൂ സ്ട്രോങ് ഹാബിറ്റ്സ്.